ഖുർആനിലൂടെയും ഭഗവത്ഗീതയിലൂടെയും എല്ലാമുള്ള ആത്മീയ ദർശനങ്ങളെക്കുറിച്ചുള്ള വഴികളെ കൂട്ടിയിണക്കിക്കൊണ്ട് ചെയ്ത ഒരു വീഡിയോയാണിത്. ഇതിൽ പരാമർശിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ ഭഗവാൻ വാസുദേവകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പകർന്നു തന്നിട്ടുള്ള അറിവുകൾ, മഹാനായ പണ്ഡിതൻ അബ്ദുൽ ഖാദിർ ജീലാനി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയിട്ടുള്ള അറിവുകൾ, പരമാത്മാവായ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള ചില അറിവുകൾ, ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ അറിയാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോയാണിത്. മനുഷ്യൻ്റെ മനസ്സിലെ നിരന്തരമായ സംഘർഷങ്ങളിൽ നിന്നും സമാധാനത്തിലേക്കുള്ള പാത തുറന്നു തരുന്നതാണ് ഈ മതങ്ങൾ എല്ലാം തന്നെ. യഥാർത്ഥ ജീവിതത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ മതങ്ങളിൽ മുൻകാലങ്ങളിൽ പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ള മഹാഗുരുക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ജീവിതത്തെ എപ്രകാരം ലളിതമാക്കാനും സമാധാനപൂർണ്ണമാക്കാനും സാധിക്കുമെന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാം. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായി കാണാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ വളരെയധികം ലെങ്ത് ഉള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ജോലിയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്രമിക്കുന്ന അവസ്ഥയിലോ കേൾക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഇതിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തെന്നാൽ ഒരു ആത്മാവ് മനുഷ്യൻ്റെ ശരീരത്തിലായിരിക്കാൻ ആ ശരീരത്തിന് ധാരാളം ആവശ്യങ്ങളുണ്ട്. എന്നാൽ ആത്മാവ് ശരീരത്തിലില്ല എങ്കിൽ ആ ആത്മാവിന് സമ്പത്തിൻ്റെ യാതൊരു ആവശ്യകതയും ഉണ്ടായിരിക്കുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമ്പത്തിൻ്റെ ആവശ്യമെങ്കിൽ നമ്മുടെ ആത്മാവിനും ആവശ്യം നാം ജീവിച്ചിരിക്കുമ്പോഴുള്ള അതിൻ്റെ ആഹാരമാണ്. എപ്രകാരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടി പോലെ നമ്മുടെ ആത്മാവിനെ നമുക്ക് പുഷ്ടിപ്പെടുത്താൻ സാധിക്കുന്നത് എന്നത് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മരണത്തിന് ശേഷം നമുക്ക് അതിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള സത്യത്തെ ഒരു മനുഷ്യൻ മനസ്സിലാക്കുമ്പോഴാണ് അവനാര് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. അതേ പ്രകാരം മനുഷ്യൻ ദൈവത്തെ തിരയുന്നതിന് പകരം താൻ തന്നെ തിരയുക എന്നാണ് പറയുന്നത്. ഏതൊരുവനാണോ സ്വയം തിരയുന്നത് അവനെ അള്ളാഹുവും തിരയുന്നു എന്നാണ്. ഭൂഖണ്ഡങ്ങൾ താണ്ടി ഈശ്വരനെ തേടി നടക്കുന്നവർ അറിയേണ്ട ഒന്ന്, താൻ എങ്ങും തേടേണ്ടതില്ല, തന്നിൽ തന്നെയുണ്ട് ഈശ്വരൻ എന്നുള്ള സത്യത്തെയാണ്. അതിൻ്റെ അർത്ഥം ഓരോ മനുഷ്യനും ദൈവമാണ് എന്നതല്ല, എന്നാൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ പ്രതിബിംബമുണ്ട് എന്നുള്ള സത്യത്തെ ഒരു മനുഷ്യൻ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്വന്തം ആത്മാവിനെ കണ്ടവന് പരമാത്മാവിനെ കാണാൻ സാധിക്കും. സ്വന്തം ആത്മാവിനെ കാണുക എന്നാൽ അത് എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുള്ളത് പോലെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, നിസ്സാരമായ കാര്യങ്ങളാണ്. അതിന് ചില ചിട്ടകളും ഉണ്ട്. നാം ഒരു യാത്രയിലായിരിക്കുമ്പോൾ നാം പോകുന്ന വഴിയെക്കുറിച്ച് മുൻപ് ആ വഴിയെ പോയ ആളിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുക എന്നത് നമുക്ക് യാത്രയെ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്നതായിരിക്കും. മുൻപ് ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിച്ചവരെല്ലാം ഓരോ മുന്നറിയിപ്പുകൾ ഓരോ സ്ഥലങ്ങളിലായി വെച്ചിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കേണ്ടതായിട്ടുണ്ട്. ആത്മാവിൻ്റെ കണ്ണ് തുറക്കപ്പെടുന്ന അവസ്ഥ പ്രധാനമായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, മനസാക്ഷി എന്നൊന്ന്. മനസാക്ഷി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അക്ഷി എന്ന് വെച്ചാൽ മനസ്സിൻ്റെ കണ്ണ് എന്ന് തന്നെയാണ് അർത്ഥം. മനസ്സിൻ്റെ കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നത് എപ്രകാരമാണ്? അതിനായി ഒരു മനുഷ്യൻ തൻ്റെ കണ്ണിൽ മറയായി കെട്ടിയിട്ടുള്ള ചില തുണികൾ അഴിച്ചു കളയേണ്ടതായിട്ടുണ്ട്. നാം എല്ലാവരും നമ്മുടെ കണ്ണുകളിൽ കെട്ടിയിട്ടുള്ള അഹങ്കാരം, അസൂയ, ഈഗോ, അഹംഭാവം എന്നിങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് മറയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ അകക്കണ്ണ് തുറക്കുകയുള്ളൂ. പലരും ഇതിനെ ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ആറാം ഇന്ദ്രിയം എന്നത് എന്താണ് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആറാം ഇന്ദ്രിയം എന്നത് കേവലം 5 ഇന്ദ്രിയങ്ങൾക്കും, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊലി,
അപ്പുറത്തുള്ള ഒരു പ്രത്യേക ശേഷിയാണെന്ന് സൂചിപ്പിക്കുന്നത്. ഇതിനെ ശാസ്ത്രീയമായും ആത്മീയമായും നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും. ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ ശാസ്ത്രം ആറാം ഇന്ദ്രിയമായി പലപ്പോഴും കണക്കാക്കുന്നത് കണ്ണുകൾ അടച്ചിരുന്നാൽ പോലും നമ്മുടെ കൈകാലുകൾ എവിടെയാണെന്നും ശരീരം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും തിരിച്ചറിയാൻ തലച്ചോറിനുള്ള കഴിവാണിത്. പേശികളിലെയും സന്ധികളിലെയും സെൻസറുകൾ വഴി തലച്ചോറിന് ഈ വിവരം ശേഖരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്. ഇതിനെ അന്തർജ്ഞാനം എന്ന് വിളിക്കാം. മുൻപത്തെ അനുഭവങ്ങൾ തലച്ചോറ് ബോധമനസ്സിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാകും. സമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ യുക്തിപരമായി ചിന്തിക്കുന്നതിന് മുമ്പേ മനസ്സ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകും. ഉദാഹരണത്തിന്, എന്തോ ഒരു അപകടം വരാനുണ്ട് എന്നുള്ള തോന്നൽ. നിങ്ങളിൽ പലർക്കും ചില അപകടങ്ങളൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുള്ളവരാണോ? നിങ്ങളിൽ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്രകാരം ഈ ഒരു തോന്നൽ പലരിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ നമുക്കതൊരു തോന്നലാണ് അല്ലെങ്കിൽ ഒരു യാദൃച്ഛികമാണെന്ന് കരുതി നാം അതിനെ കളഞ്ഞിട്ട് മുന്നോട്ട് വീണ്ടും തുടരുകയാണ് പതിവ്. എന്നാൽ നമുക്ക് ആ ഒരു കഴിവിനെ വീണ്ടും വീണ്ടും പരിപോഷിപ്പിക്കാൻ വേണ്ടി നാം ഒന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇത്തരത്തിലൊരു ആറാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട്. എക്സ്ട്രാ സെൻസറി റിസപ്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ മുൻകൂട്ടി അറിയുകയോ ദൂരെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണിത്. ആത്മീയതയിൽ നെറ്റിയുടെ മധ്യഭാഗത്തുള്ള ആജ്ഞാചക്രം അഥവാ മൂന്നാം കണ്ണ് ഉണരുന്നതാണ് ആറാം ഇന്ദ്രിയമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ഉണരുന്നതോടെ ഒരാൾക്ക് കാലത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ അവബോധ മനസ്സ് പുറം ലോകത്തെ സൂചനകളെ വളരെ വേഗത്തിൽ വിശകലനം ചെയ്ത് നൽകുന്ന ഒരു അലേർട്ട് സിസ്റ്റമാണിത്. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് കൂടുതൽ ഏകാഗ്രമാകുമ്പോൾ ഈ അന്തർജ്ഞാനം കൂടുതൽ തെളിച്ചമുള്ളതാകും. ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ എല്ലാം ഉള്ളിലുണ്ടായി, എന്താണ് കർമ്മയോഗി എന്നത്? ഒരു വ്യക്തി തൻ്റെ ആത്മീയ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സന്യാസം സ്വീകരിക്കുന്നു. എന്നാൽ ഒരു കർമ്മയോഗി സന്യാസത്തെ ഒഴിവാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഒരു സന്യാസിയെപ്പോലെ ജീവിക്കുന്നതിനെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. ഒരു കർമ്മയോഗി എന്നാൽ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ ജോലിയെ അല്ലെങ്കിൽ കടമകളെ ഒരു ഈശ്വര ആരാധനയായി കാണുന്ന വ്യക്തിയാണ്. കർമ്മം പ്രവൃത്തി എന്നതാണ്. യോഗം എന്നാൽ ബന്ധിപ്പിക്കുക എന്നതാണ്. അതായത് കർമ്മം, യോഗം എന്നീ രണ്ട് വാക്കുകൾ ചേർന്നതാണ് ഇതുണ്ടായിട്ടുള്ളത്. അതായത് പ്രവൃത്തിയിലൂടെ പരമമായ സത്യവുമായി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെടുന്ന രീതിയാണിത്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന് നൽകുന്ന പ്രധാന ഉപദേശങ്ങളിൽ ഒന്നാണ് ഇത്. ഒരു കർമ്മയോഗിയുടെ പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കർമ്മയോഗി ജോലി ചെയ്യുന്നത് അതിൻ്റെ ലാഭത്തെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ ഓർത്ത് വ്യാകുലപ്പെട്ടതുകൊണ്ടല്ല. തൻ്റെ മുന്നിലുള്ള ജോലി ഏറ്റവും കൃത്യമായും ആത്മാർത്ഥമായും ചെയ്യുക എന്നതിലാണ് അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാം മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, അതിൻ്റെ ഫലത്തിൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല. കർമ്മങ്ങളുടെ ഫലം തരുന്നത് സാക്ഷാൽ ഈശ്വരനാണ് എന്നാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാനോ പരാജയത്തിൽ തളർന്നു പോകാനോ ഒരു കർമ്മയോഗി തയ്യാറാകുന്നില്ല. ലാഭനഷ്ടങ്ങളെയും സുഖദുഃഖങ്ങളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്ന അവസ്ഥയാണിത്. ഈ മാനസിക അവസ്ഥയെയാണ് ജീവിതത്തിലെ ചൂടിൽ പ്രതിസന്ധികളിൽ നിന്ന് അയാളെ സംരക്ഷിക്കുന്നത്. തൻ്റെ പ്രവൃത്തികൾ സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ഗുണകരമാകണം എന്ന ചിന്തയാകും ഒരു കർമ്മയോഗിയെ നയിക്കുന്നത്. ഞാൻ എന്ന അഹങ്കാരത്തിന് പകരം ലോകഹിതം എന്ന ലക്ഷ്യമാണ് പ്രധാനമായും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത്. ഒരു കർമ്മയോഗി ലോകത്തെ ഉപേക്ഷിക്കുകയല്ല, എന്നാൽ ഒരു സന്യാസി ലോകത്തിലെ സർവ്വതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസം സ്വീകരിക്കുകയാണ്. എന്നാൽ ഒരു കർമ്മയോഗി ലോകത്തെ ഉപേക്ഷിച്ച സന്യാസിയെ പോലെയല്ല. അയാൾ കുടുംബം നോക്കുകയും ജോലി ചെയ്യുകയും സമൂഹത്തിൽ ഇടപെടുകയും, പക്ഷേ താമരയിലയിലെ വെള്ളത്തെ പോലെ ഒന്നിനോടും അമിതമായ ആസക്തി വെച്ച് പുലർത്തുകയില്ല. തൻ്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ അകമേ അയാൾ സ്വതന്ത്രനായിരിക്കും. സന്യാസിയും കർമ്മയോഗിയും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ
സന്യാസി ലോകത്തെയും അതിൻ്റെ തിരക്കുകളെയും ഉപേക്ഷിച്ച് ഏകാന്തതയിൽ സത്യത്തെ തേടുന്നു. ഒരു കർമ്മയോഗിയാകട്ടെ ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ നിസ്വാർത്ഥമായ പ്രവർത്തികളിലൂടെ സത്യത്തെ തേടുന്നു. ചുരുക്കത്തിൽ നാം ചെയ്യുന്ന ഈ വീഡിയോ നിർമ്മാണമായാലും മറ്റ് സാമൂഹിക ഇടപെടലുകളായാലും അത് പൂർണ്ണമായ അർപ്പണബോധത്തോടെയും ലാഭേച്ഛ ഇല്ലാതെയും ചെയ്യുമ്പോൾ നാമും ഒരു കർമ്മയോഗിയായി മാറുകയാണ്. നമ്മുടെ ചിന്ത അപ്പോൾ ഇപ്രകാരമായിരിക്കണം: യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി കൃത്യമായി തന്നെ ലളിതമായും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കർമ്മയോഗി ആദ്യം തന്നെ കർമ്മയോഗിയാകുന്നതിന് മുമ്പ് തന്നെ നിർഗുണനായി മാറേണ്ട ആവശ്യകതയെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. നിർഗുണൻ എന്ന അവസ്ഥയിലേക്ക് മാറുക എന്നത് ആത്മീയമായ ഒരു വലിയ യാത്രയാണ്. ലളിതമായി പറയുകയാണെങ്കിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ഒന്നിനോടും മമതയില്ലാതെ സാക്ഷിയായി മാറുന്ന അവസ്ഥയാണ് ഇത്. ഭാരതീയ ദർശനമനുസരിച്ച് നമ്മൾ എല്ലാവരും 3 ഗുണങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ പറയുന്നത് തമോ ഗുണം, മടി, ഉറക്കം, അജ്ഞത എന്നിവയാണ്. രജോ ഗുണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അമിതമായ ആവേശം, ആഗ്രഹം, നെട്ടോട്ടം എന്നിവയെക്കുറിച്ചൊക്കെയാണ്. സത്വഗുണം ശാന്തി, അറിവ്, കരുണ എന്നിവയാണ്. ഈ 3 ഗുണങ്ങൾക്കും അപ്പുറത്ത് കിടക്കുന്നതിനെയാണ് ഗുണാതീതൻ അല്ലെങ്കിൽ നിർഗുണൻ എന്ന് വിളിക്കുന്നത്. അതിലേക്കുള്ള ചില പ്രായോഗിക വഴികൾ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാതെ അവയെ ഒരു സിനിമ കാണുന്നത് പോലെ നോക്കിക്കാണാൻ ശീലിക്കുക. സന്തോഷം വരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്നതിന് പകരം സന്തോഷം എന്ന വികാരം എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുക. ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെ നിൽക്കാൻ ഇത് സഹായിക്കും. മഹാനായ ഇസ്ലാമിക പണ്ഡിതൻ അബ്ദുൽ ഖാദിർ ഗീലാനി അദ്ദേഹത്തിൻ്റെ കപ്പൽ മുങ്ങിപ്പോകുന്നു എന്നറിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ മടക്കി വെച്ച് സ്വയം ഉള്ളിലേക്ക് നോക്കി. അവരുടെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്താണ് പുസ്തകം മടക്കി വെച്ച് മൗനമായി നിന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കപ്പൽ മുങ്ങിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വേദനയുണ്ടായോ എന്നാണ് ഞാൻ നോക്കിയത്. ശേഷം അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം ആ കപ്പൽ മുങ്ങിയത് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ യാതൊരു വേദനയും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മറ്റൊരാൾ വന്ന് പറഞ്ഞു, മുങ്ങിപ്പോയത് നമ്മുടെ കപ്പലായിരുന്നില്ല, അത് മറ്റൊരു കപ്പലായിരുന്നു എന്ന്. അപ്പോഴും അദ്ദേഹം അപ്രകാരം തന്നെ ചെയ്തു. കിതാബ് മടക്കി വെച്ചുകൊണ്ട് സ്വന്തം ഉള്ളിലേക്ക് ദർശിച്ചുകൊണ്ട് അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വീണ്ടും ശിഷ്യന്മാർ ചോദ്യം ആവർത്തിച്ചു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, എൻ്റെ കപ്പലല്ല മുങ്ങിയത് എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷമുണ്ടായോ? ഇല്ല, എൻ്റെ മനസ്സിൽ യാതൊരു സന്തോഷവും ഉണ്ടായില്ല. അത് കാരണമായിട്ടാണ് അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്രകാരം സന്തോഷം എന്ന വികാരം എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നത് ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെ നിൽക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഞാൻ ചെയ്യുന്നു, എൻ്റേതാണ് എന്ന ചിന്തയാണ് ഗുണങ്ങളുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത്. കർമ്മയോഗി ചെയ്യുന്നത് പോലെ ഞാൻ പ്രകൃതിയുടെ ഒരു ഉപകരണം മാത്രമാണ് എന്ന് കരുതുന്നത് നിർഗുണാവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ അടുപ്പിക്കുന്നു. ഒന്നിനോടും അമിതമായ ആസക്തിയില്ലാത്ത അവസ്ഥ, ഒരു താമര ഇലയിലെ വെള്ളം പോലെ ലോകത്ത് ജീവിക്കുക എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റും, പക്ഷേ ഒന്നും നിങ്ങളെ തളച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണങ്ങളുടെ സ്വാധീനം കൊണ്ടാണ്. ധ്യാനത്തിലൂടെ മനസ്സിനെ നിശ്ചലമാക്കുമ്പോൾ ഗുണങ്ങൾക്കപ്പുറമുള്ള ശുദ്ധമായ ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കും. വെളുത്ത പ്രകാശത്തിന് നിറമില്ല, പക്ഷേ അതിൽ എല്ലാ നിറങ്ങളും അടങ്ങിയിരിക്കുന്നു. അതുപോലെ നിർഗുണൻ എന്നാൽ ഒന്നുമില്ലാത്തവനല്ല, മറിച്ച് എല്ലാ ഗുണങ്ങൾക്കും മുകളിൽ നിൽക്കുന്നവനാണ്. ഒരു മനുഷ്യൻ തൻ്റെ രക്ഷിതാവിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന് മുമ്പ് അവൻ ഒരു നിർഗുണനായി മാറിക്കൊണ്ട് തൻ്റെ രക്ഷിതാവിനെ തേടുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ രക്ഷിതാവ് അവനുമായി സംസാരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അത് ആത്മീയമായ ഒരു വാതിലാണ്,
ഒരാൾ എങ്ങനെയാണ് ഒറ്റപ്പെടലിലൂടെ ദൈവത്തിലേക്കോ അല്ലെങ്കിൽ മതപരമായ സത്യത്തിലേക്കോ എത്തുന്നത് എന്ന് നമുക്ക് എങ്ങനെ നോക്കാം. നമ്മുടെ മനസ്സ് പലപ്പോഴും പുറത്തുള്ള ശബ്ദങ്ങളിലും തിരക്കുകളിലുമാണ്. ഈ ബഹളങ്ങൾക്കിടയിൽ ഉള്ളിലെ ശരിയായ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. നാം ഒറ്റയ്ക്കാകുമ്പോൾ പുറം ലോകവുമായിട്ടുള്ള ബന്ധം താൽക്കാലികമായി നിലയ്ക്കുകയും ശ്രദ്ധ മുഴുവൻ ഉള്ളിലേക്ക് തിരിയുകയും ചെയ്യുന്നു. അവിടെയാണ് ദൈവം അല്ലെങ്കിൽ ആത്മസ്വരൂപം കുടികൊള്ളുന്നത്. കൂട്ടത്തിലായിരിക്കുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ പദവി, പണം, ബന്ധങ്ങൾ എന്നിവയിലൊക്കെ അഭിമാനിക്കുന്നു. എന്നാൽ ശരിക്കുള്ള ഒറ്റപ്പെടലിൽ ഇതൊന്നും കൂട്ടിനുണ്ടാവുകയില്ല. നമ്മൾ വെറുമൊരു മനുഷ്യൻ മാത്രമായി മാറുന്നു. ഈ അവസ്ഥയിൽ ഞാനെന്ന അഹങ്കാരം അലിഞ്ഞു പോകുകയും നാം ഒരു വലിയ ശക്തിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുന്നു. ആരും കൂട്ടിനില്ല എന്ന തോന്നൽ ആദ്യം വേദന ഉണ്ടാക്കുമെങ്കിലും പിന്നീട് അത് വലിയൊരു സ്വതന്ത്രമായി മാറും. ബന്ധങ്ങളോടും വസ്തുക്കളോടുമുള്ള അമിതമായ ആസക്തി കുറയ്ക്കുന്നത് വഴി മനസ്സ് നിർഗുണമായ അവസ്ഥയിലേക്ക് അടുക്കുന്നു. ഈ വൈരാഗ്യമാണ് ഒരാളെ യഥാർത്ഥ ഈശ്വര ചിന്തയിലേക്ക് നയിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാം പ്രകൃതിയെ കൂടുതൽ ആഴത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാറ്റും കടലും ആകാശവും എല്ലാം നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നും. ഈ പ്രപഞ്ചാതീതമായ ശക്തികളുമായിട്ടുള്ള ലയനമാണ് പല സന്യാസിമാരെയും മഹത്തുക്കളെയും ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിച്ചതിൽ. സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിൽ പോകുന്നതും ഈ ഒരു ഒറ്റപ്പെടൽ തേടിയാണ്. എന്നാൽ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം തിരക്കുകൾക്കിടയിലും മനസ്സിനെ ഒറ്റയ്ക്കിരിക്കാൻ പഠിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ സാധന. നിങ്ങൾ ഒരു സന്യാസിയാകുന്നുവോ അതല്ല ഒരു കർമ്മയോഗിയാകുന്നുവോ എന്നത് നിങ്ങളുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. ഏതൊന്നിലൂടെയും നിങ്ങൾക്ക് ലക്ഷ്യമാണ് പ്രധാനമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഒരു കർമ്മയോഗി ആയിക്കൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തെ പ്രാപ്തമാക്കാൻ വേണ്ടി സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ, ഈ വെളിച്ചത്തിലൂടെ തന്നെ, എല്ലാ മനുഷ്യരെയും പോലെ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഒരു ചോദ്യം വീണ്ടും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. വൈരാഗി എന്നാൽ എന്താണ്? വൈരാഗി എന്നാൽ ലളിതമായി പറഞ്ഞാൽ രാഗമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ഇവിടെ രാഗം എന്നാൽ സംഗീതമല്ല, മറിച്ച് ഭൗതികമായ വസ്തുക്കളോടും ബന്ധങ്ങളോടുമുള്ള അമിതമായ ആസക്തിയെ എന്നാണ് അർത്ഥമാക്കുന്നത്. ലോകത്തിൽ ജീവിക്കുമ്പോഴും ഒന്നിനോടും അടിമപ്പെടാത്ത മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ് വൈരാഗി. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി നോക്കുകയാണ് എങ്കിൽ ഒരു വൈരാഗിക്ക് വസ്തുക്കളോടോ വ്യക്തികളോടോ പ്രത്യേക വിദ്വേഷമില്ല. എന്നാൽ അവയൊന്നും തൻ്റെ സന്തോഷത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉറവിടമാണെന്ന് അയാൾ കരുതുന്നതുമില്ല. ഒന്നും ശാശ്വതമല്ല എന്ന വലിയ തിരിച്ചറിവാണ് അയാളെ നയിക്കുന്നത്. നല്ലത് വരുമ്പോൾ അമിതമായി തുള്ളിച്ചാടാനോ മോശം സാഹചര്യം വരുമ്പോൾ തകർന്നു പോവാനോ വൈരാഗി തയ്യാറാകുന്നില്ല. ഇതും കടന്നു പോകുമെന്ന ബോധ്യം അപ്പോഴും അയാളുടെ കൂടെയുണ്ടാകും. പുറമേയുള്ള ആഡംബരങ്ങളോ പണമോ അധികാരമോ ഇല്ലെങ്കിലും അയാൾ ഉള്ളിൽ സംതൃപ്തനായിരിക്കും. ലോകം നൽകുന്ന ചൂടിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ഈ മാനസികമായ കരുത്തുകൊണ്ടാണ്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ വൈരാഗി എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്നവനല്ല. ഒരു കർമ്മയോഗി വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കും. അയാൾ ജോലി ചെയ്യുകയും വീഡിയോകൾ നിർമ്മിക്കുകയും കുടുംബം നോക്കുകയും, പക്ഷേ അതിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ ആ പ്രശസ്തിയിലോ അയാൾ തൻ്റെ മനസ്സിനെ തളച്ചിടുകയും ഇല്ല. ഒരു ലളിതമായ ഉദാഹരണം നോക്കുകയാണെങ്കിൽ താമരയിലയിലെ വെള്ളം പോലെയാണ് വൈരാഗി. വെള്ളത്തിലാണ് താമര വളരുന്നത്, പക്ഷേ വെള്ളം ഇലയിൽ ഒട്ടുകയില്ല. അതുപോലെ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ഗുണദോഷങ്ങൾ അയാളെ ബാധിക്കുകയില്ല. പ്രപഞ്ചത്തിലെല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട്. പ്രകാശമുണ്ട് എങ്കിൽ ഇരുട്ടുണ്ട്, കയറ്റമുണ്ട് എങ്കിൽ ഇറക്കവുമുണ്ട്. അപ്രകാരം തന്നെ നന്മ എന്നത് ഉണ്ട് എങ്കിൽ തിന്മയുമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ഒരു രഥത്തിൻ്റെ രണ്ട് ചക്രങ്ങളിൽ ഒരെണ്ണം നല്ല വലിപ്പമുള്ളതും ഒരെണ്ണം തീരെ ചെറുതുമാണ് എങ്കിൽ ആ രഥത്തിനൊരിക്കലും മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അത് നിൽക്കുന്നിടത്ത് മാത്രം നിന്ന് വട്ടം കറങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും എല്ലാ കാര്യങ്ങളും ഒരു തുല്യ അളവിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിലും നന്മയും തിന്മയും എല്ലാം തുല്യ അളവിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്.
ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ അവർ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പക്ഷത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നന്മയും തിന്മയും എന്നത് വെറും രണ്ട് വാക്കുകളല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ്. ഇതിനെ ദാർശനികമായും പ്രായോഗികമായും നമുക്ക് നോക്കിക്കാണാം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്നതിനെ നന്മ എന്ന് വിളിക്കാം. സ്നേഹം, കരുണ, സത്യം, സേവനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് മനസ്സിനെ വികസിപ്പിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്നു. തിന്മ, പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിക്കുന്നതും വിനാശകരവുമായ കാര്യങ്ങളാണ് തിന്മ. അഹങ്കാരം, വെറുപ്പ്, സ്വാർത്ഥത, അക്രമം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇത് മനസ്സിനെ സങ്കുചിതമാക്കുകയും അശാന്തി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ലോകമെന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു കളിയാണ്. വെളിച്ചം അറിയണമെങ്കിൽ ഇരുട്ട് വേണം. അതുപോലെ നന്മയെ തിരിച്ചറിയണമെങ്കിൽ തിന്മയും ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന് വിലയുള്ളൂ. തിന്മയുടെ പശ്ചാത്തലത്തിലാണ് നന്മയുടെ തിളക്കം നാം തിരിച്ചറിയുന്നത്. പ്രതിസന്ധികളും തിന്മകളും നേരിടുമ്പോഴാണ് ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലെ കരുത്തും നന്മയും പുറത്തെടുക്കുന്നത്. ഇതൊരു പരിണാമ പ്രക്രിയയാണ്. സൃഷ്ടിയുടെ സംഹാരവും പ്രപഞ്ചത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പഴയത് നശിച്ചാൽ മാത്രമേ പുതിയത് ജനിക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ തിന്മ എന്നത് മാറ്റത്തിൻ്റെ ഒരു അനിവാര്യതയായും ചില ദർശനങ്ങളിൽ കാണുന്നു. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും മനസ്സിൻ്റെ അവസ്ഥകളാണ്. നന്മ ചെയ്യുക എന്നത് അയാളുടെ സ്വഭാവവുമാണ്. തിന്മയെ അകറ്റി നിർത്തുക എന്നത് അയാളുടെ ധർമ്മവുമാണ്. എന്നാൽ ഇവ രണ്ടിനും അപ്പുറത്ത് നിർഗുണനായി നിൽക്കുന്ന ഒരാൾക്ക് ഇവ രണ്ടും പ്രപഞ്ച ലീലയുടെ ഭാഗം മാത്രമാണ്. ഒരു ലളിതമായ സത്യം, നന്മ നമ്മെ ദൈവത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. തിന്മ നമ്മെ അശാന്തിയിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്നു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നത് മനുഷ്യൻ്റെ സ്വതന്ത്രമായ തീരുമാനമാണ്. പലരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, എപ്രകാരമാണ് ഇന്നത്തെ കാലത്ത് ഒരു സന്യാസിയായി മാറാൻ സാധിക്കുന്നത് എന്ന്. നിങ്ങൾ ആരെങ്കിലും സന്യാസം സ്വീകരിച്ചുകൊണ്ട് വീട് വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ പണ്ടത്തെ പോലെയല്ല. ഇത് പണ്ട് കാലത്തെ പോലെയല്ല. നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസുകാർ നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അത് കാരണമായിട്ട് നിങ്ങൾ അത്തരത്തിലൊരു സന്യാസം സ്വീകരിക്കുന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് ഒരു കർമ്മയോഗിയായി മാറാൻ സാധിക്കുന്നതാണ്. അപ്രകാരം നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്നതുമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും മത്സരങ്ങളുടെ ബഹളങ്ങൾക്കിടയിൽ ഒരു കർമ്മയോഗിയെപ്പോലെയോ വൈരാഗിയെപ്പോലെയോ ജീവിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ അത് സാധ്യമല്ല. പ്രായോഗികമായി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കോലാഹലം സ്ക്രീനുകളിലാണ്. മറ്റുള്ളവരുടെ ജീവിതമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ പടി. ദിവസവും നിശ്ചിത സമയം ഫോണും ഇൻ്റർനെറ്റും പൂർണ്ണമായി ഒഴിവാക്കി സ്വന്തം ചിന്തകൾക്കൊപ്പം ചിലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ആ ഒറ്റപ്പെടൽ നൽകുന്ന ഗുണം ചെയ്യും. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എത്ര വ്യൂസ് കിട്ടും, എത്ര പണം കിട്ടും എന്നതിനേക്കാൾ ഞാൻ നൽകുന്ന അറിവ് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമോ എന്ന ചിന്തയ്ക്ക് മുൻഗണന കൊടുക്കുകയാണ് എങ്കിൽ വ്യൂസ് കുറഞ്ഞാലും നാം തളരുന്നതല്ല. കാരണം നമുക്ക് ചെയ്ത കർമ്മം മികച്ചതായിരുന്നു എന്ന ബോധ്യം സന്തോഷം നൽകുന്നതായിരിക്കും. ചുറ്റും നെഗറ്റീവ് വാർത്തകളും ചൂടൻ ചർച്ചകളും നടക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം പൊള്ളിക്കാതെ ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ ശ്രമിക്കുക. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഇതൊക്കെ ലോകത്തിൻ്റെ രീതിയാണ് എന്ന് മനസ്സിനോട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതാണ് നിർഗുണനാകാനുള്ള ആദ്യ പാഠം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് നമ്മൾ സമാധാനം വിറ്റ് സമ്പത്തിന് പിന്നാലെ ഓടുന്നത്. ശരീരം പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായത് മാത്രം സ്വീകരിക്കുകയും ആത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ അറിവ് തേടുകയും ചെയ്യുക. ഒരു കർമ്മയോഗി തൻ്റെ കടമകളിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. തൻ്റെ പങ്കാളിക്കും കുട്ടികൾക്കും നൽകേണ്ട സമയവും കരുതലും കൃത്യമായി നൽകുക. അതൊരു ഭാരമായി കാണാതെ ഒരു ആരാധനയായി കാണുക. ഈ ലോകത്ത് ജീവിക്കുക, എന്നാൽ ലോകം നിങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കരുത്. ചെളിയിൽ വിരിയുന്ന താമര പോലെ ചുറ്റുമുള്ള അഴുക്കിൽ തൊടാതെ വിരിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കും. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ട് നീരാവിയായി ഉയരുന്നു. അതുപോലെ ശരിയായ അറിവും തിരിച്ചറിവും ലഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവ് അഹങ്കാരങ്ങളിൽ നിന്ന് മുക്തമായി ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. വെള്ളം നീരാവിയായി മാറുമ്പോൾ അതിലുണ്ടായിരുന്ന അഴുക്കുകളും ഉപ്പും താഴെ തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്.
അഹങ്കാരവും അസൂയയും ഇവ ഭൗതികമായ ഭാരമേറിയ വികാരങ്ങളാണ്. ഇവയ്ക്കൊരിക്കലും ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കുകയില്ല. അവ എപ്പോഴും താഴെ ഇരുട്ടിൽ ചെളിയായി തന്നെ കിടക്കുന്നു. നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ, അതായത് ഒരു വൈരാഗിയോ കർമ്മയോഗിയോ ആയി മാറുമ്പോൾ, ഈ അഴുക്കുകളെല്ലാം സ്വാഭാവികമായും താഴെ ഉപേക്ഷിക്കപ്പെടും. നീരാവിക്ക് ഭാരമില്ല, അതിന് അതിരുകളില്ല, അത് സ്വതന്ത്രമാണ്. ഒരു നിർഗുണനായി മാറുന്ന വ്യക്തിയും ഇതുപോലെ തന്നെയാണ്. അഹങ്കാരത്തിൻ്റെ ഭാരമില്ലാത്തതിനാൽ അയാൾക്ക് പ്രപഞ്ചത്തിനോളം വികസിക്കാൻ സാധിക്കുന്നു. അവസാനം ആ നീരാവി മേഘമായി മാറും, വീണ്ടും നന്മയുടെ മഴയായി പെയ്യുകയും ചെയ്യും. നമ്മുടെ ഉള്ളിലെ നന്മ നീരാവിയെ പോലെയാണ്. അത് അറിവിൻ്റെ വെളിച്ചമേൽക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് പറക്കും. എന്നാൽ അഹങ്കാരവും അസൂയയും എന്നും താഴെ ചെളിയായി അവശേഷിക്കുകയും ചെയ്യും. നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ഭാരമില്ലാത്ത ആകാശമോ അതോ ഇരുണ്ട ചെളിക്കുണ്ടോ? നാം പരമാത്മാവിനെ കാണുക എന്നത് പുറത്തുള്ള ഒരു വസ്തുവിനെ കാണുന്നത് പോലെയല്ല. അത് കണ്ണുകൾ കൊണ്ട് കാണേണ്ട ഒന്നല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒന്നാണ്. ഒരു തിരമാല കടലിനെ കാണാൻ ശ്രമിക്കുന്നത് പോലെയാണത്. താൻ തന്നെ കടലിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ തിരമാല കടലിനെ കാണുന്നു. പരമാത്മാവിനെ ദർശിക്കാനുള്ള വഴികളെ ദാർശനികമായി നമുക്ക് നോക്കിക്കാണാം. പരമാത്മാവ് എന്നത് ആകാശത്തോ മറ്റൊരു ലോകത്തോ ഉള്ള ഒന്നല്ല. ഓരോ ജീവജാലത്തിൻ്റെയും ഉള്ളിലെ ചൈതന്യമാണത്. ഈശ്വരൻ എല്ലാ ജീവികളിലെയും ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ്. പുറത്തുള്ള ബഹളങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് ശാന്തമായി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നാം നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം നീരാവിയായി ഉയരുമ്പോൾ ചെളി താഴെ തന്നെ അവശേഷിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഞാൻ എൻ്റേത് എന്ന അഹങ്കാരമാകുന്ന ചെളി നീങ്ങുമ്പോഴാണ് പരമാത്മാവ് വെളിപ്പെടുന്നത്. താൻ ശരീരമല്ല, മറിച്ച് അനശ്വരമായ ആത്മാവാണെന്ന ബോധം വരുമ്പോൾ നിങ്ങൾ പരമാത്മാവിനെ ദർശിക്കുന്നു. ഒരു സ്വർണ്ണാഭരണം നോക്കുമ്പോൾ അത് മാലയാണോ വളയാണോ എന്ന് നോക്കാതെ അതിലെ സ്വർണത്തെ മാത്രം കാണുന്നത് പോലെ ഈ ലോകത്തെ എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങളിലും ഒരേ ചൈതന്യത്തെ കാണാൻ ശ്രമിക്കുക. വിദ്വേഷമില്ലാതെ എല്ലാവരെയും സമമായി കാണുന്ന ആ കണ്ണുകളിലാണ് പരമാത്മാവ് തെളിയുന്നത്. ഭക്തിയോഗത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയും ഇതിനെ പ്രാപിക്കാം. പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മെ തന്നെ മറക്കുന്നു. ആ നിമിഷം നമ്മൾ പരമാത്മാവുമായി കണ്ടുമുട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നാം ഒരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴോ പൂർണ്ണമായ ഏകാഗ്രതയോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തിൽ ജീവിക്കുക. അവിടെ ഞാൻ എന്ന ചിന്തയില്ലാതെ പ്രവൃത്തി മാത്രം അവശേഷിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ആ പരമമായ അവസ്ഥയെ തൊടുന്നുണ്ട്. നീ തേടുന്നത് എവിടെയാണോ അവിടെ തന്നെയുണ്ട് അത് നിന്നെയും തേടുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആത്മീയ നിയമങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ്, നീ എന്നിലേക്ക് ഒരടി എടുത്താൽ ഞാൻ നിന്നിലേക്ക് 10 അടി അടുക്കും എന്നാണല്ലോ അള്ളാഹു തൻ്റെ അടിമകളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നമുക്ക് ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെയാണ് ഈ ബന്ധം. നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു ദാഹം ഉണ്ടാകുന്നത് തന്നെ ആ ചൈതന്യം നമ്മളെ വിളിക്കുന്നത് കൊണ്ടാണ്. തേടുന്നവനും തേടപ്പെടുന്നവനും സത്യത്തിൽ ഒന്നിലേക്ക് തന്നെയാണോ നീങ്ങുന്നത് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. നാം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലിലൂടെയാണ് പലരും ഈ തേടൽ തുടങ്ങുന്നത്. ലൗകികമായ ബന്ധങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ശൂന്യതയെ അള്ളാഹു തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. നമ്മൾ അവനെ തേടിയിറങ്ങുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ നേരത്തെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ദർശനം. സൂഫി വര്യന്മാർ പറയാറുണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനെ അല്ല, അള്ളാഹു സ്നേഹിക്കുന്നവനെയാണ് യഥാർത്ഥ കാമുകൻ എന്ന് വിളിക്കേണ്ടത്. നമ്മൾ അവനെ തേടുന്നത് നമ്മുടെ ആവശ്യത്തിനാകാം, എന്നാൽ അവൻ നമ്മെ തേടുന്നത് അവൻ്റെ അപാരമായ കാരുണ്യം കൊണ്ടാണ്. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും അള്ളാഹുവിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അഹങ്കാരവും അസൂയയും വെടിഞ്ഞ് നീരാവിയെ പോലെ നിർമ്മലമായ മനസ്സോടെ പ്രവർത്തിക്കുമ്പോൾ ആ തേടൽ പൂർത്തിയാകുന്നു. അവിടെ തേടുന്നവനും തേടപ്പെടുന്നവനും തമ്മിലുള്ള അകലം ഇല്ലാതെയാകുന്നു. നീ അന്വേഷിക്കുന്നയാൾ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷമാണ് ആ തേടൽ അവസാനിക്കുന്ന നിമിഷം. നീ അവനിലും അവൻ നിന്നിലും അലിഞ്ഞു ചേരുന്ന നിമിഷമാണത്. മനസ്സ് ഭാരപ്പെടുമ്പോഴെല്ലാം, മുന്നിലേക്കുള്ള വഴി കാണാതെ നിൽക്കുമ്പോഴെല്ലാം
ഈ വീഡിയോ നിങ്ങൾക്കൊരു വഴിവിളക്കാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കമൻറ്റ് കാരണം അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.